പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് കൗതുകമുള്ളൊരു കാഴ്ചയാണ്. ഒരുപക്ഷെ ചില ആളുകൾക്കൊക്കെ പരിചയമുണ്ടാകാം, എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പരിചയമില്ലാത്തൊരു കാഴ്ചയാണ് കാണിക്കുന്നത്. ഇത് കുറേ ഡിസ്പോസിബിൾ കപ്പുകളാണ്. കപ്പുകളുടെ ചിത്രം എന്താ പ്രത്യേകിച്ച് കാണിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഈ കപ്പിനുള്ളിൽ ചില കടലാസ് കഷ്ണങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. ഈ കടലാസ് കഷ്ണങ്ങളിൽ മഞ്ഞ നിറവും അതോടൊപ്പം തന്നെ പിങ്ക് നിറത്തിലുമുള്ള കടലാസ് കഷ്ണങ്ങൾ നമുക്ക് കാണാം. വെറും കടലാസ് മാത്രമല്ല, ഈ കടലാസിൽ എന്തോ കറുത്ത വസ്തുക്കൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതും കാണാം. ഒരു ഗ്ലാസ്സിൽ തന്നെ മഞ്ഞ നിറമുള്ളതും പിങ്ക് നിറമുള്ളതുമായ കടലാസ് തുണ്ടുകൾ സ്റ്റേപ്പിൾ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഒരു കർഷകൻ ഇവിടെ നിൽപ്പുണ്ട്. ഈ കർഷകനെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് പരിചയപ്പെടുത്തിയതാണ്. ഈ കർഷകൻ്റെ കയ്യിൽ കുറേ കമ്പുകളുമൊക്കെ ഇരിപ്പുണ്ട്. എന്താണ്, ഒരു കൗതുക കാഴ്ചയാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു കൗതുകമാണ്. ഏതാണെങ്കിലും എന്താണ് ഈ കാര്യങ്ങളെന്ന് കർഷകനായിട്ടുള്ള ഈ വ്യക്തിയോട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ സഹോദരനെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പേരെനിക്കറിയാം. എങ്കിലും പേരൊക്കെ ഒന്ന് പറഞ്ഞ് ഇതെന്താണെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇത് കാര്യത്തെക്കുറിച്ചൊന്ന് മനസ്സിലാവും. അച്ഛാ, പേരെന്താണെന്ന്? ജേക്കബ് മാത്യു. ഇതെന്താണ് ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമൊക്കെ? എന്താ? നമ്മുടെ മിത്രകീടങ്ങളുടെ മുട്ടയാണ്. കർഷകനെ സംബന്ധിച്ചിടത്തോളം കീടശല്യം ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നതുമായ പല കാര്യങ്ങളിലേക്കും പരിഹരിക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയാണ് ഈ മിത്രകീടങ്ങളെ ഉപയോഗിച്ച് നമ്മൾ കർഷകൻ്റെ ശത്രുകീടങ്ങളെ നശിപ്പിക്കുക. ആ ഒരു തന്ത്രമാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ ജേക്കബ് അച്ചായനെ നമ്മളെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, ഡ്രം സീഡർ ഉപയോഗിച്ചുകൊണ്ട് വിത്തിടുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. ആളുകൾക്കൊക്കെ വലിയ സംശയമുണ്ടായിരുന്നു, ഇതുകൊണ്ട് വിത്തിട്ട് കഴിഞ്ഞാൽ ആ വിത്തൊക്കെ നന്നായിട്ട് കിളുക്കുമോ, അങ്ങനെ അതിൻ്റെ അകത്ത് നന്നായിട്ട് നെല്ലുണ്ടാകുമോ എന്നൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എത്ര ദിവസമായി ഈ കാണുന്ന നെല്ല്? നമ്മളന്ന് കണ്ട 55 ദിവസമായ നെല്ലാണ്. നമ്മൾ ഒരേക്കറിൽ ഏകദേശം 60-70 കിലോ വിതച്ച കണ്ടങ്ങളിൽ ചെന്നാൽ പോലും ഇത്രയും കാണത്തില്ല. ഇത് 15 കിലോ വിത്ത് മാത്രം ഡ്രം സീഡർ ഉപയോഗിച്ച് ഇടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അന്ന് കണ്ടത്. അന്ന് അങ്ങനെ ഇട്ട വിത്താണ് ഇത്ര വലുപ്പത്തിൽ നല്ല ദൃഢതയോടുകൂടിയുള്ള നെല്ലായിട്ട് ഇപ്പോൾ ഈ 55 ദിവസമൊക്കെ ആകുമ്പോൾ നിൽക്കുന്നത്. ഏതാണെങ്കിലും അച്ചായൻ്റെ ഈ പറയുന്ന മിത്രകീടങ്ങളെ കണ്ടത്തിൽ സ്ഥാപിക്കുന്ന പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് കാണാം. ഇതെങ്ങനെയാണ് സ്ഥാപിക്കുന്നത്, അതുപോലെ മറ്റെന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഒന്നുമില്ലല്ലോ. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരികയാണ്. നമുക്ക് വളരെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി ചെലവ് അധികരിച്ച് വരികയാണ്. ഓരോ വർഷം ചെല്ലുന്തോറും ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ കർഷകന് വളരെയധികം സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത്. അതുപോലെ തന്നെ ആരോഗ്യപരമായ ഗുണങ്ങൾ വളരെയധികം ഉള്ളതാണ്. അച്ഛനൊരു ജൈവ കർഷകനാണ് അല്ലേ? എത്ര വർഷമായിട്ട് ഈ ജൈവ കൃഷി ചെയ്യുന്നുണ്ട്? 2009 മുതൽ ജൈവ രീതിയിലുള്ള 2009 മുതൽ ജൈവ രീതിയിൽ നെൽകൃഷി ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയാണ് ഈ പറയുന്ന ജേക്കബ് അച്ചായൻ. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനുള്ള പരമാവധി മാർഗങ്ങളിലൂടെ കടന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തെ കടത്തിവിടുന്ന ഒരു പരീക്ഷണത്തിന് തയ്യാറാകുന്ന ഒരു കർഷകൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ജേക്കബ് അച്ചായൻ. ഏതാണെങ്കിലും ചിലവ് കുറവുണ്ട്, അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് മറ്റു തരത്തിലുള്ള ഒരു ദോഷവുമില്ല. അതുപോലെ മനുഷ്യർക്കാണെങ്കിലും യാതൊരു തരത്തിലും ദോഷമില്ലാത്ത ഒരു കീട നിയന്ത്രണ ഉപാധിയാണ് ഈ മിത്രകീട സംവിധാനത്തിലൂടെ നടത്തുന്നത്. ഏതായാലും അദ്ദേഹം ഇത് പാടശേഖരത്തേക്ക് വെക്കാനായിട്ടുള്ള എങ്ങനെയാണ് വെക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ സാമ്പത്തിക പ്രയോജനം ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. അതായത് നമുക്ക് ഇതിന് വേണ്ടി വരുന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്പോസബിൾ ഗ്ലാസും പിന്നെ അത് സ്റ്റാപ്പിൾ ചെയ്യാനുള്ളതും ആ ചിലവുകൾ മാത്രമേ വരുന്നുള്ളൂ. ഈ മിത്രകീടങ്ങളെ നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് കേന്ദ്ര ഗവൺമെൻറ് സംയോജിത കീടനിരീക്ഷണ കേന്ദ്രം മുഖേന നമുക്കിത് കർഷകർക്ക് ഫ്രീ ആയിട്ട് ഇത് ലഭിക്കുന്നതാണ്. യാതൊരു പൈസയും ഇതിനു വേണ്ടി മുടക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് അച്ഛൻ പറയുന്നത്. കാരണം ഇത് സൗജന്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംയോജിത കീടനിയന്ത്രണ കേന്ദ്രം വഴി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ചിലവുകളേ ഇല്ലെന്ന് പറയാം. കാരണം ഇത് സൗജന്യമായി ലഭിക്കുന്നു. ആകെ ചിലവെന്ന് പറയുന്ന ഈ ഡിസ്പോസിബിൾ ഗ്ലാസും ഇത് സ്റ്റേപ്പിൾ ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണ് അച്ഛാ ഇത് ഇവിടെ കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ഇത്? ഞാൻ അവിടെ എറണാകുളത്ത് കാക്കനാട്ടുള്ള ആ കേന്ദ്ര സംയോജിത കീടനിരീക്ഷണ കേന്ദ്രത്തിൽ പോയി വാങ്ങിക്കുകയായിരുന്നു.
കർഷകർക്ക് പാടത്തെ മൊത്തം കർഷകർക്ക് വേണമെങ്കിലും അവിടുന്ന് കിട്ടുന്നതാണ്. അതെന്ന് വെച്ചാൽ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഈ പറയുന്ന മിത്രകീടങ്ങളെ എറണാകുളത്തുള്ള കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. അത് ഒരു കർഷകന് വേണമെങ്കിലും ലഭിക്കും. ഒരു പാടശേഖരത്തെ കൃഷിക്കാർക്ക് മൊത്തം ആവശ്യമുണ്ടെങ്കിലും അത് നമുക്ക് അവിടെ നിന്ന് പൊതുവായിട്ട് സൗജന്യമായിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഓക്കെ ഓക്കെ. അതിന് വേണ്ടത് കൃഷി ഓഫീസർ ഒരു ലെറ്റർ ഈ സംയോജിത കൃഷി കീടനിരീക്ഷണ കേന്ദ്രത്തിൽ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വലിയ ഫോർമാലിറ്റി ഒന്നുമില്ല. കൃഷി ഓഫീസർ ഒരു ലെറ്റർ ഈ പറയുന്ന കീട നിയന്ത്രണ കേന്ദ്രത്തിലേക്ക് തന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മിത്രകീടങ്ങളെ നമുക്ക് അവിടെ നിന്ന് സൗജന്യമായിട്ട് ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇതെങ്ങനെയാണ് വെക്കുന്നത് കാണാം. ഓക്കെ. ഏതായാലും ഒരു മുതിർന്ന കർഷകനാണ്. 2009 മുതൽ അദ്ദേഹം ജൈവ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയാണ്. അദ്ദേഹം പാടത്ത് കയ്യിൽ മുമ്പേ കണ്ടിരുന്ന കുറേ കമ്പുകളുടെ ഒരു കെട്ടുണ്ടായിരുന്നു. ആ കമ്പുകൾ അദ്ദേഹം പാടത്ത് അവിടെയും ഇവിടെയും ഒക്കെ താക്കുകയാണ്. നമ്മളിപ്പം മുമ്പേ കണ്ട ആ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഈ 2 മിത്രകീടങ്ങളുടെ ഓരോ ചെറിയ കഷ്ണങ്ങൾ അവത്തിൽ സ്റ്റേപ്പിൾ ചെയ്തിട്ടുണ്ട്. അത് കമ്പ് നാട്ടിയിട്ട് ആ കമ്പിൻ്റെ മുകളിലേക്ക് ആ ഡിസ്പോസിബിൾ ഗ്ലാസ് കമത്തി വെക്കുകയാണ്. കമത്തി വെക്കുന്ന ഉദ്ദേശം എന്നാ വെച്ചാൽ മഴയെല്ലാം പെയ്യുകയാണെങ്കിൽ അത് നനഞ്ഞു പോകരുത്. നാളെ പകൽ സമയം കൊണ്ട് ഈ മുട്ടയെല്ലാം വിരിഞ്ഞ് ശത്രുകീടങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം തിന്നു നശിപ്പിക്കും. ഇതിൻ്റെ കാര്യങ്ങൾ അതാണ്. നമുക്കിത് മനസ്സിലാകാത്തതുകൊണ്ട് ഇപ്പോഴാണ് കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇപ്പോൾ അത് കമത്തി വച്ചിരിക്കുകയാണ്. ആ 2 തരത്തിലുള്ള മുട്ടകൾ 2 കളറുകളുള്ള പേപ്പറുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് 24 മണിക്കൂർ കഴിയുമ്പോൾ ഈ മുട്ടകൾ നാളത്തെ പകൽ ഈ മുട്ടകളെല്ലാം വിരിഞ്ഞിട്ട് ശത്രുകീടത്തിൻ്റെ മുട്ടകൾ ചെന്ന് ഭക്ഷിച്ചാണ് പാടശേഖരത്തെ ശത്രുകീടങ്ങളെ അത് ഇല്ലായ്മപ്പെടുത്തുന്നത്. ഏതാണെങ്കിലും അച്ചായൻ ഇത് വളരെ ആഘോഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സ്ഥിരമായി ചെയ്ത് നല്ല പരിചയമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ സിമ്പിളായി ചെയ്തിട്ട് പോവുകയാണ് ഈ പാടത്ത്. അച്ഛാ, ഇത് നമുക്ക് തരുന്ന സാധനം എന്ന് പറഞ്ഞാൽ 2 കഷ്ണം പേപ്പറായിരുന്നല്ലോ. ആ പേപ്പറിന് അത് എന്തും വേണ്ടി എത്ര കൃഷിക്ക് എത്ര കണ്ടത്തിന്? 2 കഷ്ണം ഷീറ്റല്ലേ? ശരി. ചെറിയ നമ്മുടെ ഒരു ചീട്ടിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു പേപ്പറിലുള്ള വസ്തു ഉപയോഗിച്ച് നമുക്ക് അത്തരത്തിലുള്ള 2 നിറത്തിലുള്ള 2 പേപ്പറുകളിലുള്ള സാധനം ഉപയോഗിച്ച് 1 ഏക്കറിലേക്ക് നമുക്ക് ഇത്തരത്തിൽ മിത്രകീടങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്ഥാപിക്കാം. എന്ന് വെച്ചാൽ ഈ പറയുന്ന 2 കാർഡ് ഉപയോഗിച്ച് 1 ഏക്കറിലെ ശത്രുകീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന വലിയൊരു സാമ്പത്തിക ചെലവ് തീരെയില്ലാത്ത ഒരു പരിപാടി. എന്നാൽ പ്രകൃതിക്കും മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു പരിപാടിയാണ്. ഏതായാലും ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം, പ്രകൃതിയോടുള്ളൊരു സ്നേഹം വേണം. മാത്രമല്ല അതിനൊക്കെ വേണ്ടുന്ന ഒരു ആത്മാർത്ഥത വേണം. പ്രകൃതിയെ നശിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ വ്യാപകമായി കാണുമ്പോഴാണ് ഇത്തരത്തിൽ പ്രകൃതിയും മനുഷ്യർക്കുമൊക്കെ നന്മയുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള കർഷക സുഹൃത്തുക്കൾ ചെയ്യുന്നത്. ഏതായാലും 2009 മുതൽ ഇത്തരത്തിൽ പരിസ്ഥിതി സൗഹൃദമായ ജൈവ കൃഷി ചെയ്യുന്ന പ്രിയപ്പെട്ട ജേക്കബ് അച്ചായൻ ഏതായാലും ഈ നാടിനും അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹത്തിനും ഏറ്റവും കൂടുതൽ മാതൃകാപരമായ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും 55 ദിവസം മുമ്പ് ഡ്രം സീഡർ ഉപയോഗിച്ച് നട്ട വിത്താണ്. പ്രിയപ്പെട്ട അച്ചായൻ അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. എന്നാൽ ഒന്നാന്തരമായ രീതിയിൽ വിത്ത് തഴച്ച് തന്നെ നിൽക്കുകയാണ്. ഇതിൻ്റെ അകത്തെ രാസവളങ്ങളോ മറ്റു തരത്തിലുള്ള കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ വളരെ ജൈവികമായ രീതിയിൽ ഒരു 1.5 പതിറ്റാണ്ടായി കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ജേക്കബ് അച്ചായൻ. ഏതാണെങ്കിലും അദ്ദേഹം ഈ ജൈവ കീട നിയന്ത്രണ ഉപാധികളുമായിട്ട് പാടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. പ്രിയപ്പെട്ട ജേക്കബ് അച്ചായൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. കർഷകരായിട്ടുള്ളവരും മനുഷ്യരെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവർ ഇത്തരം മാർഗങ്ങളിലൂടെ കടന്നു പോകണമെന്നുള്ള ആശംസയോടെ എല്ലാവിധ ഭാവുകങ്ങളും പ്രിയപ്പെട്ട ജേക്കബ് അച്ചായന് നേരുന്നു. നന്ദി, നമസ്കാരം. നാടിൻ്റെ നന്മയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.